ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വിളയിക്കാം നൂറുമേനി എന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം SCERT പാഠഭാഗങ്ങൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അതിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അതുപോലെ തന്നെ ഈ പാഠഭാഗം LDC, LGS, 2 പ്രിലിംസ് പോലെയുള്ള എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു പാഠഭാഗമാണ്. അതുപോലെ തന്നെ LP, UPക്കും ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠഭാഗമാണ്. ഇനി നമുക്ക് അധികം വൈകാതെ പാഠഭാഗത്തിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേരിങ്ങനെയാണ്, വിളയിക്കാം നൂറുമേനി. പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഒരു മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ മാവ് മരം നിറയെ കായ്കളുള്ളതായിട്ട് നിൽക്കുന്നുണ്ട്. അതിനടുത്തായിട്ട് ഒരു പെൺകുട്ടി ചെറിയൊരു മാവിൻ തൈ കൊണ്ട് നടുകയാണ്. കുട്ടി പറയുകയാണ്, ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോഴേക്കും ഈ നിറയെ കായ്ച്ചു നിൽക്കുന്ന മാവ് മരം തിരിച്ച് മറുപടി പറയുകയാണ്, കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും എന്നെപ്പോലെ ധാരാളം മാങ്ങകൾ തരും. ായിട്ട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളില്ലേ? വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കുമെന്ന് വീട്ടിലെ മുതിർന്നവരോട് അന്വേഷിക്കൂ. ഒരു മാവിൻ്റെ നട്ടു വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഇൻട്രൊഡക്ഷനോടുകൂടി കുട്ടികളോട് ചോദിക്കുകയാണ്. ഒരു ചിത്രത്തിൽ 3 കുട്ടികൾ തമ്മിൽ അതിന് ഉത്തരം പറയുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു മാവിൻ്റെ നടുമ്പോൾ ധാരാളം മാങ്ങ ഉണ്ടാവണം. അടുത്ത കുട്ടി പറയാണ് വേഗത്തിൽ കായ്ക്കണം. അപ്പോൾ അടുത്ത കുട്ടി പറയാണ് നല്ല മധുരമുള്ള മാങ്ങ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറയുകയാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇതൊക്കെ തന്നെയല്ലേ? എന്തൊക്കെയാണ്? വേഗം ഫലമുണ്ടാകണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മളും പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഇതൊക്കെ തന്നെയാണ് അല്ലേ? ഇതിനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുമെന്ന് പറയുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നടുമ്പോൾ നല്ല നടീൽ വസ്തുക്കൾ തന്നെ, അതായത് ഗുണമേന്മയുള്ള വിത്തുകൾ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ നടേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചെടികൾ ശ്രദ്ധിക്കൂ. വിത്ത് ശേഖരിക്കാൻ ഇവയിൽ ഏത് ചെടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ട്? ഒരു ചെടിയിൽ തന്നെ നോക്കൂ, ഒന്നാമത്തെ ചെടിയിൽ ധാരാളം കായ്ഫലങ്ങളുണ്ട് അല്ലേ? രണ്ടാമത്തെ ചെടിയിൽ വളരെ കുറച്ച് മാത്രമേ കായ്ഫലങ്ങളുള്ളൂ. അപ്പം ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏത് കാലത്തുണ്ടാകുന്ന ഫലമാണ് വിത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? ആദ്യമുണ്ടാകുന്ന ഫലങ്ങളും അവസാനമുണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ? അപ്പോൾ ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് നമ്മൾ വിത്തെടുക്കേണ്ടത്. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാകുമല്ലോ. അവയെല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുമോ? അവയിൽ നിന്ന് ഏറ്റവും നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? വിത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി അടുത്തൊരു ബോക്സിൽ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതാവണം? കായ്ഫലം കുറവുള്ളതല്ല, കായ്ഫലം കൂടുതലുള്ളത് തന്നെ ആവണം. അതുപോലെ ആരോഗ്യമുള്ള ചെടിയാകണം. പിന്നെ രോഗബാധയുള്ളതോ വളർച്ച മുരടിച്ചതോ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് വിത്തെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതാവണം? കായ്ഫലം കൂടുതലുള്ളതും ആരോഗ്യമുള്ള ചെടിയുമായിരിക്കണം. വിത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയാണ് എടുക്കേണ്ടത്? മധ്യകാലത്തുണ്ടായ, അതായത് ഇടയ്ക്കുണ്ടാകുന്ന ഫലങ്ങളാണ് എടുക്കേണ്ടത്. അതുപോലെ എപ്പോഴും എങ്ങനെയായിരിക്കണം? മൂപ്പെത്തിയ ഫലം തന്നെ എടുക്കണം. ഇനി അടുത്തത്, വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായ ആകൃതിയുള്ളതും സ്വാഭാവികമായ ഭാരമുള്ളതും സ്വാഭാവിക വലിപ്പമുള്ളതുമായിട്ടുള്ള വിത്തുകൾ തന്നെ എടുക്കുക. പുറന്തോടൽ കേടുള്ളതോ ഭാരം കുറഞ്ഞതോ ആയിട്ടുള്ള വിത്തുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കണമെന്നില്ല. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. അതുപോലെ വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. ഇതുപോലെയുള്ള ബോക്സിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം
കൂടുതലും ഇപ്പോൾ PSC ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ സെൻറ്റൻസും സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളിൽ തിരുത്തി വരുത്തിയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുമ്പോഴേക്കും ഇതുപോലുള്ള ഓരോ പോയിൻ്റ് ബോക്സിലൊക്കെ പറയുന്ന ഓരോ സെൻറ്റൻസും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല വിളവ് ലഭിക്കാൻ നമ്മൾ എങ്ങനെയുള്ള വിത്തുകൾ എടുക്കണം? ഗുണമേന്മയുള്ള വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്ത് എടുക്കുന്ന ഫലവും അത് ഏത് ചെടിയിൽ നിന്നുമാണ് ആ ചെടിയുടെ ഗുണമേന്മയും നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? അല്ല, ഒരിക്കലും അല്ല അല്ലേ. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്? കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക്, ഇത്രയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവയുടെ ഏത് ഭാഗത്തു നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. കറിവേപ്പില എങ്ങനെയാണ്? റൂട്ട്സിൽ നിന്നുമാണ്, വേരിൽ നിന്നുമാണ് കറിവേപ്പ് ഉണ്ടാകുന്നത് അല്ലേ. അങ്ങനെ ഇഞ്ചി എങ്ങനെയാണ്? ഭൂകാണ്ഡത്തിൽ നിന്നുമാണ് നമുക്ക് ഇഞ്ചിയുടെ തൈ മുളപ്പിക്കാൻ പറ്റുക. അടുത്ത ഇലമുളച്ചി എന്ന് പറഞ്ഞാൽ ഇലകളിൽ നിന്നുമാണ് ഉണ്ടാകുക. കുരുമുളകാണെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന്, അതിൻ്റെ തണ്ടിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എവിടെ നിന്നെല്ലാം പുതിയ ഭാഗങ്ങൾ ഉണ്ടാകും? വിത്തിൽ നിന്ന് മാത്രമല്ല, വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പുതിയ സസ്യങ്ങൾ ഉണ്ടാകും. വിത്ത് മുളപ്പിച്ച് മാത്രമല്ല, ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. ഓക്കെ അല്ലേ? നോക്കുന്നത് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും എന്താണെന്ന് നോക്കാം. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. അപ്പോൾ കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം ഇവയിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഈ കായിക പ്രജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. എന്നാൽ വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. ഈ വിത്ത് മുളച്ച് നമുക്ക് എന്ത് ചെയ്യും? തൈകൾ ഉണ്ടാകും. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പുതിയ തൈ നടാൻ വേണ്ടിയിട്ട് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് ആവട്ടെ, തണ്ടാവട്ടെ, ഇലയാവട്ടെ, നമ്മൾ പുതിയ നടീൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് തന്നെ നടീൽ വസ്തുക്കൾ പുതിയത് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ സംഭാഷണം ശ്രദ്ധിക്കാം. ഒരു കുട്ടി പറയാണ്, ഹായ്, നന്നായി പഴുത്ത വലിയ പേരയ്ക്ക, നടാനായി അതിൻ്റെ ഒരു കമ്പ് എനിക്ക് തരാമോ? അപ്പോൾ അടുത്ത കുട്ടി പറയാണ്, കമ്പും പേരയ്ക്കയും തരാം, പക്ഷേ പേരയുടെ കമ്പ് മുളയ്ക്കുമോ? വിത്ത് മുളച്ച് മരമായി കായുണ്ടാവാൻ കുറേ വർഷമെടുക്കില്ലേ? പേരയുടെ എല്ലാ ഗുണങ്ങളുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിലോ അതിന് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയല്ലേ ഉണ്ടാകുക? അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കാണുന്ന പല സസ്യങ്ങളും അല്ലേ, ഫലവർഗ്ഗങ്ങളുള്ള പല സസ്യങ്ങളും ഈ പരാഗണം വഴിയൊക്കെയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? അപ്പം നമ്മൾ ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് നടുകയാണെങ്കിൽ ആ ഒരു ചെടിക്ക് എന്ത് ഗുണങ്ങളുണ്ടാകും? അതിൻ്റെ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. ചെമ്പരത്തി, മരിച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ ചെയ്താൽ പേരമരം വളർന്ന് വേഗം കായ്ക്കില്ലേ? നമുക്ക് ചെയ്തു നോക്കാം. അടുത്തത് നാഗപതിവയ്ക്കൽ. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പർവ്വഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും നമുക്ക് പതിവയ്ക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും.
വിവിധ രീതികളിൽ പതിവയ്ക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 2 രീതിയിൽ പതിവയ്ക്കാം. ഒന്ന് വായുവിൽ പതിവയ്ക്കലും അടുത്തത് നാഗപതിവയ്ക്കലും. ഈ വായുവിൽ പതിവയ്ക്കുന്നതിന് എക്സാമ്പിൾ നോക്കാം. പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. വളരെയധികം പ്രാധാന്യത്തോടുകൂടെ തന്നെ നോക്കണം. കാരണം നമ്മൾ എത്ര ആഴത്തിൽ പഠിക്കുന്നു അത്രയും അറിവ് കൂടുന്നു, അതിനോടൊപ്പം തന്നെ ആ മാർക്കും നമുക്ക് ലഭിക്കുന്നു. അടുത്ത നാഗപതിവയ്ക്കലിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില തുടങ്ങിയവയെ എന്തിന് നാഗപതിവയ്ക്കലിന് എക്സാമ്പിളുകളാണ്. ഇനി അടുത്തതായിട്ട് പതിവച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ ലെയറിങ് ചെയ്തെടുക്കുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഒന്നാമതായിട്ട് എന്തുണ്ടാവും? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. മാതൃസസ്യത്തിൽ നമ്മൾ ഏത് സസ്യത്തിൻ്റെ ബ്രാഞ്ചിൽ നിന്നാണോ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും. അതുപോലെ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പം ലെയറിങ്ങിന് ഉണ്ടാകുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? ലെയറിങ് ചെയ്യുന്ന സസ്യങ്ങളുടെ സവിശേഷതകൾ: മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനുണ്ടാവും. എന്നാൽ ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും എങ്ങനെയായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം ഉണ്ട്. പതിവയ്ക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും ശാസ്ത്രപുസ്തകത്തിൽ തരംതിരിച്ച് പട്ടികപ്പെടുത്തു എന്ന് കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെയറിങ്ങിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കി. ഈ ഓരോ പോയിൻറ്സും നോക്കി വയ്ക്കുക. ചിലപ്പം ഇതുപോലെയുള്ള പോയിൻറ്സ് ആയിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് ചോദിക്കാം. അടുത്തതായിട്ട് അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്. വേര് മുളപ്പിക്കൽ ഇങ്ങനെയും. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരമാവധി വിജയസാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ എന്താണ് നമ്മൾ വേര് മുളയ്ക്കേണ്ട ഏത് കാണ്ഡഭാഗമാണോ അത് മുക്കി വെച്ചിട്ട് അതിൽ നിന്ന് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി നമ്മുടെ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജായിട്ടുള്ള പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്താണെന്ന് നോക്കി, എങ്ങനെ ചെയ്യുന്നു, ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കി, ഏതെല്ലാം സസ്യങ്ങളിലാണ് ചെയ്യുന്നു എന്ന് നോക്കി, അതുപോലെ തന്നെ ഇങ്ങനെ വേഗത്തിൽ ഭൂഖണ്ഡങ്ങളിൽ വേര് വരാനായിട്ട് എന്ത് ചെയ്യാം, ഏത് ലൈനി ചേർക്കാം എന്നുള്ളതും നമ്മൾ നോക്കി. ഇനി അടുത്ത സ്റ്റെപ്പാണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാം. ചിത്രം നോക്കൂ. ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ മാവിൻ്റെ ഒരു തൈ വേണം. അത് പതിവയ്ക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ? മാവിൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ വിത്ത് നട്ടാലോ? മാങ്ങ ഉണ്ടാവാൻ കുറേ വർഷങ്ങളും കഴിയും. അതിന് ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ തൈ ഉണ്ടാക്കുന്നതെങ്ങനെ നമുക്ക് പരിശോധിക്കാം. അങ്ങനെ 2 ഇനം മാവുകളുടെ സവിശേഷതകൾ ഒരു പട്ടികയിൽ തന്നിട്ടുണ്ട്. പട്ടിക നമുക്ക് നോക്കാം. പട്ടിക നോക്കൂ. ഒന്നാമത്തെ പിക്ചറിൽ നാടൻ മാവിൻ്റെ സവിശേഷതകളും രണ്ടാമത്തതിൽ നീലം മാവിൻ്റെ സവിശേഷതകളും പറഞ്ഞിട്ടുണ്ട്. നാടൻ മാവിൻ്റെ സവിശേഷതകൾ എങ്ങനെയാണ്? ഒന്നാമത്തത് താരതമ്യേന ചെറിയ മാങ്ങയാണ്. എന്നാൽ നീലം മാവിലാണെങ്കിലോ വലിയ മാങ്ങയാണ്, അല്ലേ? ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നാൽ നാടൻ മാവിൽ പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയാണ്. എന്നാൽ നീലം മാവിൽ നല്ല മധുരമുള്ള മാങ്ങയാണ്. നാടൻ മാവ് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. എന്നാൽ നീലമാവ് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരില്ല. നാടൻ മാവിന് പ്രത്യേക പരിചരണം ആവശ്യമില്ല. നീലമാവിന് നല്ല പരിചരണവും ആവശ്യമാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പട്ടികയിൽ നോക്കി കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ വ്യത്യാസത്തിൽ നിന്നും നീലം മാവിന് കമ്പാരിറ്റീവ്ലി ഉള്ള വ്യത്യാസം എന്താ, അല്ലെങ്കിൽ ഗുണമേന്മ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അതിന് പ്രത്യേക പരിചരണം ആവശ്യമാണെന്നും പറയുന്നുണ്ട്, അല്ലേ?
ഇതിന് വേണ്ട കമ്പൊട്ടിക്കാം അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ട മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോടുകൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ തൈ തിരഞ്ഞെടുക്കണം. എന്നിട്ട് വേരോടുകൂടിയ ഈ തൈയിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. അടുത്ത് നല്ല കായ്ഫലമുള്ള ഒരു നീലമാവിൽ നിന്നും റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കണം. ഇതിനെ സയൻ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയൻ ആയി തിരഞ്ഞെടുക്കേണ്ടത്. ചിത്രത്തിൽ കാണിച്ചതുപോലെ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. കമ്പ് ഒട്ടിക്കാനായിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ച് മാറ്റണം. എന്നിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയനിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചരിച്ച് ചെത്തണം. എന്നിട്ട് സയൻ കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതുപോലെ 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൻ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. ഇതുപോലെ ഈ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ ഒരു വിടവിട്ടിട്ടുണ്ട്. ആ വിടവിലേക്ക് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുക? ഈ വി ഷേപ്പിൽ മുറിച്ച സയനിൻ്റെ ഭാഗം എന്ത് ചെയ്യുക? അതിലേക്ക് വയ്ക്കുക. തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. ഇതുപോലെ സയൻ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നടാൻ കഴിയും. അപ്പോൾ നമ്മൾ 2 മാവൻ തൈ എടുത്തിട്ട്, അതായത് ഒന്ന് നാടൻ മാവിൻ്റെ തൈയും നീലമാവിൻ്റെ തൈയും എടുത്തിട്ട് അതിൽ നിന്നും എങ്ങനെ കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന ഒരു സിസ്റ്റം ചെയ്യുന്നുവെന്ന് നമ്മൾ നോക്കി. അപ്പോൾ നോക്കാം. നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. കമ്പൊട്ടിക്കൽ. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൻ എന്നും പറയുന്നു. കമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഗുണമേന്മയുള്ള ഒരേ സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിലേക്ക് നമ്മൾ ഒട്ടിച്ച് ചേർക്കുന്നു. അപ്പം ഒട്ടിച്ച് ചേർക്കാനായിട്ട് എടുക്കുന്ന കമ്പിനെ സയൻ എന്നും പറയുന്നു. ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും പറയുന്നു. ഇതാണ് കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുക. ഇനി ഇതിൽ നിന്നും കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിലൂടെ നമ്മൾ ചെയ്തെടുക്കുന്ന തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന തൈകളിൽ എന്തുണ്ടാവുന്നു? അത് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ പരിചരണം ആവശ്യം മതി. പിന്നെ നമ്മുടെ മണ്ണിൽ നന്നായി വളരുകയും ചെയ്യും, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മൾ നാടൻ മാവിലാണ് നീലമാവിൻ്റെ കമ്പ് ഒട്ടിച്ച് ചേർത്തത്. അപ്പോൾ നാടൻ മാവിന് കുറഞ്ഞ പരിചരണം ആവശ്യമായിരുന്നു, കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പരിചരണം മതിയായിരുന്നു. അതുപോലെ നമ്മുടെ മണ്ണിൽ നന്നായി വളരുകയും ചെയ്യും. അതുപോലെ ഇവിടെ കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കിയെടുത്തതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതേസമയം നമ്മുടെ നാടൻ മാവാണെങ്കിലോ വേഗത്തിൽ കായ്ക്കുകയില്ല. എന്നാൽ ഇവിടെ എന്ത് ചെയ്യും? നീലമാവ് ഇങ്ങോട്ടേക്ക് ഒട്ടിച്ച് ചേർത്തപ്പോഴത്തേക്കും വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. കുറഞ്ഞ പരിചരണം കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ് എന്ന രീതിയാണ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഗുണമേന്മയുള്ള ഒരു സസ്യം അതിൻ്റെ മുകുളം എടുത്തിട്ട് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്തിട്ട് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്.
ഒരു പ്ലാവിൻ തൈ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഘട്ടം ഘട്ടമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഘട്ടം 1. നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതിനെ ഇവിടെ പറയുന്ന പേരാണ് സയൻ. ഓക്കെ, തൊലിയോടുകൂടി എന്ത് ചെയ്യുന്നു? ചെത്തിയെടുക്കുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന്, അല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയാം അതിനെ, അല്ലേ? നമ്മൾ ഏത് സസ്യമാണോ വേരോട് കൂടി എടുത്ത് തിരഞ്ഞെടുക്കുന്നത് അതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയാം. അതിനെ മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തി മാറ്റുക. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പം റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത ഈ മുകുളത്തെ എന്ത് ചെയ്യുന്നു? സയൻ വെച്ച് മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ് കെട്ടുക. നാലാമത്തെ ഘട്ടം എന്ന് പറയുമ്പം മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റണം. എന്നിട്ട് മുകുളം വളർന്നതിന് ശേഷം ഈ തൈയെ നമുക്ക് പറമ്പിലേക്ക് മാറ്റി നടാം. ഇതാണ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് എന്ന രീതി. അപ്പോൾ നമ്മളൊരു പേരുടെ ഉദാഹരണം വെച്ചിട്ട് ഒരു കമ്പ് നടുകയാണെങ്കിൽ ആ കമ്പിൽ ഒരു വേരുകൾ വരുത്തുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഏതൊക്കെയാണ് നോക്കിയത്? ഗ്രാഫ്റ്റിങ്, ലെയറിങ്, ബഡ്ഡിങ്, ഇങ്ങനെയുള്ള രീതികൾ നോക്കി. ഇനി നമുക്കറിയാം പരാഗണത്തിലൂടെയാണ് ഇവ ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ പരാഗണം, സ്വപരാഗണമുണ്ട്, കൃത്രിമ പരാഗണമുണ്ട്. സ്വപരാഗണം എന്ന് പറയുമ്പം സ്വന്തമായിട്ട് പരാഗണം ചെയ്ത് ഉണ്ടാവുന്ന ചെടികൾ. ഇനി അടുത്ത് കൃത്രിമ പരാഗണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൃത്രിമ പരാഗണ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ ഇവിടെ മുറിച്ചു മാറ്റുന്നുണ്ട്. ചിത്രത്തിൽ തന്നെ നമുക്ക് നോക്കാം, കാണാൻ പറ്റുന്നുണ്ട്. സ്വപരാഗണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു ഫ്ലവർ, ആ പൂവിലെ കൃത്രിമ പരാഗണം നടത്താനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പൂവ് ഏതാണോ ആ പൂവിലുള്ള കേസരങ്ങളെ മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൂവിൽ മറ്റ് പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ, അല്ലേ, ഇൻസെക്ട്സൊക്കെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പൂവിനെ എന്ത് ചെയ്യുന്നു? ഒരു കവർ കൊണ്ട് പൊതിഞ്ഞ് കെട്ടുന്നുണ്ട്. അതിനുശേഷം ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന്, അതായത് പല വ്യത്യസ്ത ഗുണങ്ങളുള്ള പൂവ് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്നും പരാഗരേണുക്കളെ എടുത്ത് ഒരു ബ്രഷിൽ ശേഖരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ ബ്രഷിൽ ശേഖരിച്ച പരാഗരേണുക്കളെ കൃത്രിമ പരാഗണം നടത്താൻ നമ്മൾ ഏത് പൂവാണോ സെലക്ട് ചെയ്തത് ആ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായിട്ട് ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഇതാണ് കൃത്രിമ പരാഗണത്തിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർഗസങ്കരണം എന്താണെന്ന് നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. നമ്മൾ കൃത്രിമ പരാഗണം എന്താണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരേ വർഗത്തിൽപ്പെട്ട ഇതും അതിൽ പല വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായിട്ടുള്ള രണ്ട് ചെടികളെ സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്തു? കൃത്രിമ പരാഗണം നടത്തിയിട്ട് ഈ രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ ചേർന്ന പുതിയൊരു വിത്ത് അതിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. ഓക്കെ, അങ്ങനെ നമ്മൾ കൃത്രിമ പരാഗണം എന്താണെന്ന് നോക്കി. കൃത്രിമ പരാഗണത്തിലൂടെ വർഗസങ്കരണം നടത്തുന്നു എന്ന് നോക്കി. ഈ വർഗസങ്കരണത്തിലൂടെ പുതിയ ഇനം സങ്കരയിനം വിത്തുകൾ ലഭിക്കുമെന്നും പഠിച്ചു. ഇനി വരാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഭയങ്കരധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ഒരു പോർഷൻ പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. സസ്യങ്ങളും അവയുടെ സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളക്,
മുളകിൻ്റെ സങ്കരയിന വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. വളരെയധികം പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണേ, മറന്നു പോകരുതേ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനീ പറയുന്നത്. അപ്പോൾ മുളകിൻ്റെ സങ്കരയിന വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. പയറിൻ്റെ സങ്കരയിന വിത്തുകളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലിൻ്റെ സങ്കരയിന വിത്തുകളാണ് പവിത്ര, അന്നപൂർണ. തെങ്ങിൻ്റെ സങ്കരയിന വിത്തുകളാണ് ചന്ദ്രലക്ഷ, ശങ്കര. വെണ്ടയുടെ സങ്കരയിന വിത്തുകളാണ് സൽകീർത്തി, കിരൺ. ഇതിൽ വെണ്ട, മുളക്, തെങ്ങ് തുടങ്ങിയവ, പയർ, ഇതെല്ലാം പല പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ വർഗ്ഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചില സസ്യങ്ങളും അവയുടെ സങ്കരയിന വിത്തുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവ ഉണ്ടാക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണെന്നും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പോകുന്ന എൻഡ് ആവുന്നത് വരെയും ഉള്ള ഏരിയ മൊത്തം വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗം തന്നെയാണ്. ഈ ചാപ്റ്ററിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന പല ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് കേരള കാർഷിക സർവകലാശാല KAU സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ മണ്ണൂത്തിയിലാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യം വരാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധയിനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് ഇവിടുത്തെ മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്താണ്. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് അവിടെ നടക്കുന്നത്. അടുത്തതായിട്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് CPCRI സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്നത്. ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഒന്നുകിൽ ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നായിരിക്കും ചോദിക്കുക, സ്ഥലം ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഓപ്ഷൻസിൽ ഈ ശ്രീകാര്യം, മണ്ണൂത്തി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട്സ് തരും. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇവയെ ചേരുംപടി, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടെല്ലാം ഇങ്ങനെ തന്നിട്ട് മറുഭാഗത്ത് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്, നമ്മൾ ചേരുംപടി ചേർക്കാനായിരിക്കും ചോദിക്കുക. ഇങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പാഠഭാഗത്തിൻ്റെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് നല്ല ഫലപുഷ്ടിയുള്ള സസ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വളം ആവശ്യമാണെന്നറിയാം. അപ്പോൾ നമ്മൾ എന്തെല്ലാം വളങ്ങൾ ഉപയോഗിക്കുന്നു, പിന്നെ അങ്ങനെ കുറച്ച് വളങ്ങളുടെ പിക്ചേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. ഇവയെ ജൈവവളങ്ങൾ, രാസവളങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള വളങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്? യൂറിയ, ചാണകപ്പൊടി, എല്ലുപൊടി അല്ലെങ്കിൽ നമ്മൾ പച്ചില വളങ്ങൾ, പിന്നെ പച്ചക്കറി വേസ്റ്റുകൾ, മീൻ വളങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള വളങ്ങൾ, കോഴിക്കാഷ്ടം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇവയെ ജൈവവളങ്ങളും രാസവളങ്ങളും എന്നിങ്ങനെ തരംതിരിക്കാനും തന്നിട്ടുണ്ട്. ജൈവവളങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ചാണകം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതൊക്കെ അല്ലേ. ചാണകം, കോഴിക്കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, മീൻവളം, ഇതെല്ലാം ജൈവവളങ്ങളാണ്. എന്നാൽ രാസവളങ്ങൾ ഏതൊക്കെയാണ്? യൂറിയ, ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് അത് കട്ടായി പോയതാണ് കേട്ടോ, സോറി, അല്ലെങ്കിൽ ഞാനത് ഉൾപ്പെടുത്തുമായിരുന്നു. യൂറിയ, NPK വളങ്ങൾ, അമോണിയം നൈട്രേറ്റ്, സൂപ്പർ
ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ്, ഇത്രയും ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോർഷൻ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതൊക്കെ തരത്തിലുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് കുട്ടികളോട് ചോദിക്കുന്നതാണ് അവിടെ ആ ഒരു പോർഷനിലുണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഏരിയയിൽ പറഞ്ഞത് കോഴിക്കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, മീൻ വളം, പച്ചക്കറി വേസ്റ്റ്, അതുപോലെ പച്ചില വളങ്ങൾ, ഇതുപോലെയുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് ആ ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് രാസവളങ്ങൾ ഏതൊക്കെയാണ്? യൂറിയ, NPK വളങ്ങൾ, അമോണിയം നൈട്രേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ് എന്നിവയാണ്. ഇനി അധിക വായനയ്ക്കായിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻസ് തന്നെയാണ്, നമ്മൾ നോക്കണം. പല പ്രാവശ്യവും PSC ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഹരിത വിപ്ലവം. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെന്നുള്ള ചോദ്യം ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കു കിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാർക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് നമുക്കിനി നോക്കാം. ജൈവവളങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ജൈവ വസ്തുക്കളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഓക്കെ, അതേസമയം രാസവളങ്ങൾ എങ്ങനെയാണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുക. ജൈവവളങ്ങൾ നമ്മൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ രാസവളങ്ങൾ അല്പം കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതിയാവും. ജൈവവളങ്ങൾ മണ്ണിന് ഒരിക്കലും ദോഷകരമാകുന്നില്ല. എന്നാൽ രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ തന്നെ നശിപ്പിക്കുന്നുണ്ട്. ജൈവവളങ്ങൾ ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. എന്നാൽ രാസവളങ്ങളാണെങ്കിൽ ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നൽകാം. അതായത് എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ഇങ്ങനെ ആവശ്യമുള്ള ഘടകം മാത്രമായിട്ട് നമുക്ക് ഓരോ സസ്യങ്ങൾക്കും കൊടുക്കാൻ പറ്റും. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളിപ്പോൾ കണ്ടു അല്ലേ? ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജീവാണുവളം എന്താണെന്ന് നോക്കാം. ജീവാണുവളം എന്ന് പറയുമ്പോൾ മൈക്രോബിയൽ ഫെർട്ടിലൈസർ. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പെറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതും PSC ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം തുടങ്ങിയവ എന്തിനുള്ള ഉദാഹരണമാണ്? ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് നമുക്ക് കീടനിയന്ത്രണം എന്താണെന്ന് നോക്കാം. കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ അല്ലേ? കാരണം എന്താണ്? കീടങ്ങൾ കയറിയാൽ അത് കൃഷിയെ തന്നെ ബാധിക്കുന്നുണ്ട്, കൃഷിയെ നശിപ്പിക്കുന്നുണ്ട്, ഫലപുഷ്ടി കിട്ടാനായിട്ട് അത് ഫലങ്ങളെയും ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് കീടബാധ നിയന്ത്രിക്കുക? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കാം. നമുക്ക് ഈ സംഭാഷണം ശ്രദ്ധിക്കാം. ഒരു കർഷകൻ പറയുകയാണ്, ഞാൻ നന്നായി രാസകീടനാശിനി തളിക്കും, ഒരു പ്രാണിയുമില്ല. അപ്പോൾ അടുത്ത ആൾ പറയാണ്, ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി. മറ്റൊരു കർഷകൻ പറയുകയാണ്, വിളക്ക് കെണിവെച്ചും പ്രാണികളെ നശിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ എന്തെല്ലാം രീതികൾ നോക്കി? ഒരാൾ രാസകീടനാശിനി ഉപയോഗിച്ചു, ഒരാൾ പുകയില കഷായം ഉപയോഗിച്ചു, ഒരാൾ വിളക്ക് കെണിവെച്ചു. അപ്പോൾ അടുത്ത ആൾ പറയാണ്, പ്രാണികളെ എനിക്ക് എത്ര വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. ഓരോ കർഷകരും കീടങ്ങളെ നിയന്ത്രിക്കാൻ എന്തെല്ലാം ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് കീട നിയന്ത്രണ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മാർഗം ജൈവ നിയന്ത്രണം. ചിത്രത്തിൽ തന്നിട്ടുള്ള ലേഡി ബഗ് അല്ലേ, അല്ലെങ്കിൽ വട്ടച്ചാഴി അല്ലെങ്കിൽ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്ന് നശിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്,
വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. അതായത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ചില ജീവികളുണ്ട് അല്ലേ, അവരെന്ത് ചെയ്യുന്നു, ഈ കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കീടനിയന്ത്രണത്തിനെ പറയുന്ന പേരാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം ഈ മിത്ര കീടങ്ങൾക്കും എന്തുണ്ടാകുന്നു, നാശമുണ്ടാകുന്നുണ്ട്. അടുത്ത ഒരു കീടനിയന്ത്രണമാണ് യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായകൾ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. ഇതും ശ്രദ്ധിക്കുക, പേരെന്താണ്? ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇനി നമുക്ക് കീടനാശിനികൾ ഏതൊക്കെയെന്ന് നോക്കാം. കീടനാശിനികൾ 2 തരമുണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസകീടനാശിനികളെന്ന് പറഞ്ഞാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസകീടനാശിനികൾ. എന്നാൽ ജൈവ കീടനാശിനികളോ രാസകീടനാശിനികളെ അപേക്ഷിച്ച് അവയ്ക്ക് ദോഷം കുറഞ്ഞവയാണ് ഈ ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൾഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി അടുത്ത് ഒരു ജൈവ കീടനാശിനി നിർമ്മിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കുന്ന പ്രോസസ്സ് പറയുന്നുണ്ട്. ഏതാണ്? പുകയില കഷായം. നോക്കാം. 100 ഗ്രാം പുകയില ചെറു കഷണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല വിളവ് ലഭിക്കാൻ ഈ കീടങ്ങൾ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കീടനിയന്ത്രണം എന്തൊക്കെ ചെയ്യാമെന്നും നമ്മൾ നോക്കി. ഇനി നല്ല വിളവ് ലഭിക്കാൻ കളകളെയും നിയന്ത്രിക്കേണ്ടതില്ലേ അല്ലേ? ചെടികളുടെ കൃഷിക്കിടയിൽ ഉണ്ടാകുന്ന കളകളെയും നമ്മൾ പറിച്ചു മാറ്റേണ്ടതുണ്ട്. ഈ കളകളെ എങ്ങനെ നിയന്ത്രിക്കുമെന്നാണ് അടുത്ത ഒരു ചോദ്യം കുട്ടികളോട് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ നോക്കാം. ഒന്നുകിൽ നമുക്ക് കളനാശിനി പ്രയോഗിക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് പറിച്ചു മാറ്റാം, വെട്ടിമാറ്റാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം. ഇനി നോക്കിയേ, നിർമ്മിത ബുദ്ധിയും കൃഷിയും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അധിക വായനയ്ക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. നോക്കാം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. ഓക്കെ. അതുപോലെ അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ വിളകൾ വേണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വീണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSCക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് വീണ്ടും നമ്മൾ നോക്കാൻ പോകുന്നത്. മറ്റ് കാർഷിക സംരംഭങ്ങൾ. നമ്മൾ ഇത്രയും നേരം കൃഷി അല്ലെങ്കിൽ ചെടികൾ എങ്ങനെ, പുതിയ സസ്യങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രീതികൾ മാത്രമാണ് നമ്മൾ ഇത്രയും നേരം നോക്കിപ്പോയത്. അത് മാത്രമല്ല, ഇനിയും വേറെയും കർഷക രീതികളുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ PSCക്ക് വളരെ പ്രിയപ്പെട്ടതെന്ന് തന്നെയാണ് പറയാൻ. കാരണം ഒത്തിരി ചോദ്യങ്ങൾ ഏകദേശം എക്സാമിനും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. മറ്റ് കാർഷിക സംരംഭങ്ങൾ. സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് മാത്രമാണോ കൃഷി? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് വിവിധ കാർഷിക മേഖലകൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് നോക്കാം. ഒരു ചക്രം തന്നിട്ടുണ്ടല്ലേ. കാർഷിക രംഗം, ഒന്നാമത്തെ കാർഷിക രംഗം പട്ടുനൂൽ പുഴു വളർത്തൽ. ഈ പട്ടുനൂൽ പുഴു വളർത്തലിനെ പറയുന്ന പേരാണ് സെറികൾച്ചർ. ഓരോന്നിനെയും പറയുന്ന പേരെന്താണെന്ന് നമ്മൾ പ്രത്യേകം പഠിക്കുക. അടുത്തത് പുഷ്പകൃഷി അല്ലെങ്കിൽ ഫ്ലവേഴ്സ്. എന്താണ് അതിനെ പറയുന്ന പേര്? ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തുന്ന രീതിയെ പറയുന്ന പേരാണ് എപ്പികൾച്ചർ.
അടുത്ത് മുയൽ വളർത്തലിനെ പറയുന്ന പേരാണ് ക്യൂണിക്കൾച്ചർ. കൂൺ കൃഷി അല്ലെങ്കിൽ കൂൺ വളർത്തുന്ന കൃഷിയെ പറയുന്ന പേരാണ് മഷ്റൂം കൾച്ചർ. അടുത്ത് കോഴി കൃഷി എന്ന് പറയാം, പോൾട്രി ഫാമിംഗ് എന്ന് പറയാം. കന്നുകാലി വളർത്തലിനെ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയാം. മത്സ്യകൃഷി അല്ലെങ്കിൽ മത്സ്യങ്ങളെ വളർത്തുന്നതിനെ പിസിക്കൾച്ചർ എന്ന് പറയാം. ഇവയുടെ ഓരോന്നിൻ്റെയും പേര് പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഒന്നുകിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇപ്പം എന്താണ് തേനീച്ച വളർത്തലിനെ പറയുന്ന പേരെന്ത്, അല്ലെങ്കിൽ എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ വരാം. തേനീച്ച, പട്ടുനൂൽ പുഴു, ഇങ്ങനെ ഓപ്ഷൻ വരാം. ഇല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചേരുംപടി. ഇപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻ അല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോക്സിൽ 4-5 കൃഷി രീതിയും അവയുടെ പേരുകൾ ഓപ്പോസിറ്റ് തെറ്റായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചേരുംപടി ചേർക്കാനായിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖല തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ പോർഷൻ്റെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ. ഇതാണ് എൻഡെന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയിരുത്തൽ ക്വസ്റ്റ്യൻസും ഞാൻ വേണമെങ്കിൽ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, LP UPക്കാർക്ക് പ്രത്യേകിച്ച് ആ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് അത്രയും നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് നോക്കുന്നോ അത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നെയാണ്. കാരണം നമ്മൾ അത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ കയറാൻ നമ്മളത് സഹായിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കേരള PSCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണിത്. ഈ പാഠഭാഗത്തിന് അത്രയും ഇമ്പോർട്ടൻസ് നോക്കി തന്നെ പഠിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ തനിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുക. ഏതൊക്കെ പോയിൻറ്റ്സ് കിട്ടുന്നോ ആ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നതിലുപരി നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് തോന്നുകയല്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്തതെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുതേ. ഈ ക്ലാസ് ഫുള്ള് കണ്ടവർക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായം അത്രയ്ക്കും വിലയേറിയതാണ്. കാരണം എൻ്റെ കുഞ്ഞു ചാനലിനെ അത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ, ഞാൻ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി ഇനി പറയണമോ, അങ്ങനെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാത്തവരുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാതെ കണ്ടവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ, മറന്നു പോകരുതേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.